കിച്ചു പോകുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളുടെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്താ പറഞ്ഞിരുന്നേ? പപ്പ പോകുന്നതിന് മുന്നേ നമുക്കൊരു സർപ്രൈസ് തന്നിട്ടാണ് പോണായിരുന്നു അല്ലേ? അപ്പൊ ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ളോഗ് നമ്മളെ UAE ലാസ്റ്റ് ഡേ വ്ളോഗാണ് അല്ലേ? ലാസ്റ്റ് ഡേ UAE നമ്മളെ ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പൊ ഞങ്ങൾ പോകുന്നതിന് മുന്നായിട്ടുള്ള ഞങ്ങളുടെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഇന്നത്തെ നമ്മളുടെ വിശേഷം. അപ്പൊ ഇതാ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു UAE 2 മാസത്തിനല്ലേ വന്നത്, പോവാറായില്ലേ എന്നൊക്കെ. മറ്റന്നാൾക്കൊക്കെ ഇതാ ഞങ്ങളുടെ വിസ തീരാൻ പോവാണ്. അപ്പൊ നാളെ ഞങ്ങള് UAE സലാം പറയാണ് അല്ലേ? അപ്പൊ എന്തായാലും അപ്പൊ ആച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന ഞങ്ങളെ UAE വിശേഷങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. അപ്പൊ ഞങ്ങളെ ആച്ചുവിന്റെ അയിമന്റെ UAE വന്ന് 2 മാസം അടിച്ചു പൊളിച്ചു അൽഹംദുലില്ലാ അല്ലേ? അപ്പൊ എന്തൊക്കെയാ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ള ബാക്കി ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടുവരില്ലേ? 4 ദിവസത്തിന് ശേഷം ഞാനിതാ ഇവിടുത്തെ മെയിൻ ഡോർ കണ്ടിക്കാണെന്ന് പറയണ കേട്ടോ. 4 ദിവസമായിട്ട് അടങ്കറ കടുപ്പിലായിരുന്നു. ഭയങ്കര പനി, കഫക്കെട്ട്, ജലദോഷം എന്നിവ തുടങ്ങിയ സകലമാന സംഭവങ്ങളുമായിരുന്നു. അപ്പോൾ നമ്മുടെ തമ്പിലേയും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളെ UAE ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരും എല്ലാവരും ചോദിച്ചിരുന്ന ചോദ്യം UAE 2 മാസത്തിനല്ലേ വന്ന് തിരിച്ചു പോവാറായോ എന്നൊക്കെ. അപ്പോൾ മറ്റന്നാൾക്കൊക്കെ ഞങ്ങളുടെ 2 മാസം കഴിയാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞങ്ങളുടെ UAE ലാസ്റ്റ് ഡേ ആണെന്ന് പറയാം. അപ്പോൾ ഇന്ന് കുറച്ച് ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ കാണാം. നാറ്റക്കും ബബുലുക്കും ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് അറിയാർക്കെങ്കിലും? എന്താണ്? ഡ്രസ്സ്. ഞങ്ങളുടെയൊക്കെ പാക്കിങ് കഴിഞ്ഞതുകൊണ്ടേ ആറ്റും ബബുലും ആച്ചുവിന്റെ ഡ്രസ്സ് ഇട്ടിക്കണം. അതുകൊണ്ട് രണ്ടാള് ഡ്രസ്സിൽ വ്യത്യാസമുണ്ട്. മറ്റേത് അവർ സെയിം ഡ്രസ്സ് ഇടും. പഠിച്ചോനെ 3 ട്രോളി കയറ്റി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് മൊത്തം ഇതുപോലത്തെ ജാക്കറ്റുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ എടുത്താൽ മതി. കാരണം ഞാൻ എന്തായാലും തണുപ്പാണ്. പിന്നെ പ്ലെയിനിലും പോണതല്ലേ, യാത്രയല്ലേ. പിന്നെ മറ്റേ സാധാരണ ഡ്രസ്സ് എടുക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെറ്റ് എടുത്താൽ മതി. ഭയങ്കര രസമുണ്ടല്ലേ? 3 കൂടി ഒരു ട്രോളിയും കൊണ്ട് പോയിട്ടുണ്ട്. എന്തായോ എന്താ നിങ്ങളൊക്കെ ഉദ്ദേശം? വെറുതല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് വരാത്തല്ലേ ഇളക്കളെ? വെക്ക്, ഞാൻ നോക്കട്ടെ. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ട് വെക്കട്ടെ. നിങ്ങൾ ആദ്യം ഇത് ഇട്ട് വെക്കട്ടെ. വാ, ഡ്രസ് ഇട്ട് വെക്കണ്ടേ? എന്നാ വാ. ശരി. അപ്പൊ ഡ്രസ്സ് ഒന്നും നോക്കണ്ടേ, വെറും ടോയ്സ് മാത്രം നോക്കിയാ മതിയോ? ഒരു ചിഞ്ചിണ്ടാക്കടി നോക്കേ. ആ അങ്കിൾ എടുത്ത് പുറത്തേക്ക് കൊടുപ്പോ. എന്നാ ടോയ് നോക്കി. ഏതാണ് ടോയ്? ഏതാണ്? ഇങ്ങനത്തെ ഇപ്പൊ നാളെ ലത്യങ്കിൾ വാങ്ങിച്ചത്. ആ ടോളി അതെടുക്കണ്ട. അതിങ്ങനത്തല്ലേ നമ്മൾ ലത്യങ്കിൾ വാങ്ങിച്ചെന്ന്? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളെ കയ്യില് ബാർബീസ് എത്ര എണ്ണം ഉണ്ട്? അന്ന് വേറെ എന്തെങ്കിലും ടോയ്സ് എടുത്തൂടെ? ബാർബി വേറെ എന്തെങ്കിലും ടോയ് എടുത്തൂടെ? അയ്യോ, ഇത് കിച്ചൺ സെറ്റ് ആണ്. അത് ബാർബി ഇവരെടുത്ത് എത്രണ്ണോ ഉണ്ട് ഇപ്പൊ. അന്നെടുത്ത എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഞങ്ങളല്ലേ കളിക്കണം. കിച്ചൺ സെറ്റ് കിച്ചൺ സെറ്റ് വേണം എടുത്തോ. അതാകുമ്പോ പിന്നെ ഒന്നെടുത്ത 2 ആൾക്കും കൂടി കളിക്കാം.
പിന്നെ രണ്ടടുക്കള, ഒരു വീടിനെതിരെ രണ്ടടുക്കള. ഞങ്ങൾ രണ്ടാളും ഇനി വേറെ വേറെ വീടായിട്ടാ കളിക്കണേ. നിങ്ങള് വേറെ വേറെ വീടൊന്നും ആക്കൂല, ഞങ്ങള് ട്വിൻസാണ്. ഞങ്ങൾ ഇനി വേറെ വേറെ വീടായിട്ട് നിങ്ങളെ കെട്ടിക്കുമ്പോഴും കൂടി ഒരു വീട്ടിൽ കെട്ടിച്ചേക്കാന്നാ വിചാരിക്കണം. വേണ്ട എന്റെ ഡോക്ടർ സെറ്റാ. വെറുതെ പണിക്കാണ് അച്ഛനും വാങ്ങിച്ച വെറുതെ എന്നിട്ട് എനിക്കറിയാം എവിടെ പോയി അതെടുത്തോ. അതാകുമ്പോ ഇതിലെല്ലാതും ഉണ്ടല്ലോ. എന്തിനാ രണ്ടാ കൊറേ കൊട്ടെടുക്കണ്ട കൊട്ടത്തിയോളെ. എന്താണ് ഇതും കിച്ചൺ സെറ്റ് തന്നെ? മേക്കപ്പ് സെറ്റ് അതെടുത്തോ, അത് കുഴപ്പമില്ല, രസമുണ്ട്. ഇതിന് എത്ര രൂപ കൊടുക്കണ്ടേ? ഫ്രീ ആയിട്ട് അതിനാണോ ഫ്രീ ആയിട്ട് രൂപ? ഇത് വാങ്ങിയപ്പോ ബാക്കിയാവും. ഇതെന്താ സാധനം? ബബിൾസാ അങ്ങനെ ഇതാക്കണതോ? ഇതുണ്ട്, ഇതിലുണ്ട് കിച്ചൺ ഇതൊക്കെ ഇട്ടാ, സ്റ്റൗവൊക്കെ ഉണ്ട്. വീടും വേണോ? കുറച്ചോണേ. കുട്ടികൾ എന്തൊക്കെ ആഗ്രഹം പറഞ്ഞു കണ്ടില്ലേ വല്യമ്മ? കുറച്ചോനെ നോക്കി. ഏതാണ്? ഇതാ അതിലെ പിക്ചറിൽ കാണാൻ പോലെ പറ്റുമോ? അതിന്റെ വലിപ്പണ്ടത് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കല്ലേ, എന്നിട്ട് കഴിഞ്ഞാൽ അടച്ചു വെക്കുക. ആടി ഇത് രസമുണ്ടടി, ഇതൊക്കെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇതെന്താ ചെരുപ്പാ? അതിന്റെ വാപ്പ ഇത് നോക്കേ, ഇതിലാവുമ്പോ എല്ലാം നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ല അതൊക്കെ ലോക്കൽ സാധനങ്ങളാണ്. നമുക്ക് വെള്ളം പറഞ്ഞിട്ടൊക്കെ കളിക്കാം ഇതിലാവുമ്പോ. വെള്ളത്തിനൊന്നും കളിച്ചു കളിക്കണ്ട, പിന്നെ തുറക്കാൻ നടക്കലെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏതാ മേടിച്ച് കൊടുത്തോളൂ, ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട എടുത്തോളൂ. വണ്ടിയിലെങ്കിൽ വിളിച്ചാൽ നമുക്ക് നേരം തരാൻ നേരം ഉണ്ടാവില്ല. അതേതാച്ചും എടുത്തോളൂ. കാര്യങ്ങൾ അങ്ങനെ എടുക്കാം. രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങൾ എടുക്കുക. അതൊക്കെ ഇഷ്ടമായിക്കണം. അതിലാവുമ്പോ എന്താണെന്നറിയോ, ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട് തോന്നണം കേട്ടോ, എനിക്ക് അറിഞ്ഞൂടെ. ഇത് നോക്കടി, ഇതാകുമ്പോ എല്ലാതും ഉണ്ട്. സ്റ്റൗ ഉണ്ട്, കത്തി, പാത്രം, സ്റ്റൗ ഒക്കെ ഉണ്ട്. അതപ്പോ ഏതൊക്കെ എടുക്കണത്? മൂന്നെണ്ണോ? അതെടുത്തോ, ഇത് രസമുണ്ട്. ഓക്കെ ഓക്കെ, രൂപ കുഴപ്പമില്ല. ഈ എടുത്തോ, എനിക്ക് ഇഷ്ടപ്പെട്ടിക്കണ നീ എടുത്തോ. ചിലപ്പോ ഒന്ന് എടുത്തു വെച്ചോ. അതേതാ? അത് മാറ്റിയോ? എന്നാ എടുത്തോ. ഈ മതികൾ ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കല്. നോക്ക്, വേറെ സാധനം നോക്കാണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്കും നിങ്ങൾക്കുള്ളത് നിങ്ങളെ കുട്ടികൾക്കുള്ളത് നോക്കണം. എന്താ ഒരു കഥയാണ്? എന്തിനാ ഈ സെക്ഷൻ തന്നെ ഇങ്ങനെ നിങ്ങൾ എടുക്കണത്? ഇത് ഇതാക്കില്ലേ, ഇനി വേറെ ഏതെങ്കിലും നോക്ക്. നിങ്ങൾക്ക് ആ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിക്കാനാണേ. ഇവിടെ ഒന്നും കഴിഞ്ഞാലേ അത് നടക്കുള്ളൂ. കിച്ചൺ സെറ്റും മേക്കപ്പ് സെറ്റും വേണം. ഒരാള് കിച്ചൺ സെറ്റ്, ഒരാൾ മേക്കപ്പ് സെറ്റ് എടുത്തോളൂ. എന്നാ ഒരാൾ കിച്ചൺ സെറ്റ്, ഒരാൾ മേക്കപ്പ് സെറ്റ് എടുത്തോളൂ. അതെല്ലാം നല്ല അടുത്തന്നെ ബീരങ്കേറ്റൊക്കെ വന്നിക്കണം. ഇത് കഴിഞ്ഞ തവണ പപ്പ ഖത്തറിന്ന് പോകുമ്പോ എനിക്ക് വാങ്ങി തന്ന സാധനം അല്ലത്. എന്നിട്ട് എത്ര ദിവസം ഉണ്ടായി എന്റെ അടുത്ത്? ഒരു ദിവസം. നിങ്ങളെ കാറ്റിന് തീരുമാനമാവും തോന്നുന്നില്ല കേട്ടോ, ഞാൻ പോവാണ്. എന്താ ചെറുത് റബ്ബേ? അപ്പൊ ഈ എടുക്കുന്നതൊക്കെ എന്തിനാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ? അകത്ത് ടോയ്സുകൾ ഒരുപാടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനത്തെ? നിങ്ങളത് എന്തായി?
അല്ലടോ അനക്ക് ഇജ്ജ് ഫുള്ള് മറ്റേ ബീരങ്കിയും കൊടുവാളും ഒക്കെയാണല്ലോ കൂടുതൽ എടുക്കണത്. ഇതെന്തിനാ വാളൊക്കെ? ഇത് മറ്റേ ഉണ്ടല്ലോ ഇതല്ലെങ്കിൽ മറ്റേ വാള് മറ്റേ വാള് എന്തിനാ വാള്? എന്താണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവിടെ അരിവാങ്കത്തും പിക്കാസൊക്കെ ഉണ്ട്, അതൊക്കെ തരണ്ട്. അങ്ങനെ ഷോപ്പിങ്ങിന് പോയ ഞങ്ങൾ ജീവനം കൊണ്ട് തിരിച്ചോടി എന്ന് പറഞ്ഞപ്പോൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള സകലമാന സാധനങ്ങളും വാരിക്കൂട്ടി ഇത് അവിടെ ഒക്കെ എത്തിയിട്ട് പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓലെ ബാഗും ഇതാ കണ്ട സാധനങ്ങളും മൊത്തം ഇവിടെ വാരിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിവിടെ നാത്തൂനും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാരും കൂടി ചേർന്ന് പാക്ക് ചെയ്യണ സീനാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ എങ്ങനെയാണ് പോവല്ലേ പോവാ? ഒരു വണ്ടി കൂടി ഇല്ലേ കൊന്തേ? കൊണ്ടി നാത്തൂനും മാപ്പിളയും വരുന്നതിന് മുന്നേ ഞാൻ എന്റേതായ സ്റ്റൈലിലൊക്കെ ഒന്ന് പെട്ടി റെഡിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും വന്നിട്ട് എന്നെ കളിയാക്കായിരുന്നു. ഇതില് രണ്ടാൾക്കാർക്കും കൂടിയുള്ള സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ പെട്ടിയിട്ടാന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് ഇന്നിട്ടിട്ട് കൂരിക്കൊണ്ടിരിക്കാനായിട്ടാ. അപ്പൊ അതൊക്കെ കഴിച്ച് അവരും അളൂസും എല്ലാം കൂടി ചേർന്നിട്ട് അത് വീണ്ടും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതേമാതിരി മക്കളെ കലാപരിപാടികളാണ് ഇനിയിപ്പോ പെട്ടിയമ്മ കാണാൻ പോണ കേട്ടോ. ശരിയാണല്ലേ, നാളെ മൊത്തം അവിടെ ഞങ്ങളിപ്പോ സുമിന്റെ പോയി നിന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലേ. പക്ഷെ അന്ന് മാത്രം അത് ഒരു ഭാഗത്ത് മാത്രല്ലേ ഉള്ളൂ. അത് ബാക്കിലാണെങ്കിലോ പേര് എന്തോടാണ് അതിന് വേറെ എന്തെങ്കിലുമൊക്കെ വരച്ചാലോ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ? എന്തായാലും തിരിച്ചറിയാതിരിക്കണം. എല്ലാരും കലാവാസന അയിമ തെളിയിക്കണുണ്ട്. ഇപ്പം വീടൊക്കെ കഴിക്കണ വരക്കല്. ഞാൻ ആറ്റയുടെ ചിത്രം വരക്കണതൊക്കെ നോക്കിയാ ചൊല്ലിട്ട് എന്നാലും നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാം ഇത് മനസ്സിലാവുള്ളൂ. എടാ അത് എന്റെ കുട്ടി എന്ത് കരച്ചിലാണ്? അടക്ക് അണ്ണാക്കണ്ട അടക്ക്. അങ്ങനെ പ്രകൃതിയായ പെട്ടിയെട്ടലിനൊടുവിൽ ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇവരിഞ്ഞ റാസൽ കൈമയ്ക്കനും തിരിച്ചു പോകട്ടാ. നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായത് കൊണ്ട് തന്നെ അവരിപ്പോ രാത്രിയിൽ വന്ന് ലഗേജും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ഞങ്ങളോട് യാത്ര പറഞ്ഞിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഈ ഒരു 2 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഈ ലാസ്റ്റിലെ ഈ 4 ദിവസം കുറച്ച് പനിച്ച് കിടന്നതന്നെ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നല്ല എൻജോയ് ചെയ്ത ദിവസങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങൾ തന്നെയായിരുന്നു. നാത്തൂന്റെ വീട്ടിൽ കുറച്ച് ദിവസം മക്കളെ ഏറ്റവും അതുപോലെ ഇവിടെ സാക്കും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ദിവസങ്ങളും അങ്ങനെയായിട്ട് ജീവിതത്തിൽ മറക്കാത്ത ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മെമ്മറി തന്നെയാണ് കേട്ടോ ഈ 2 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. എന്തായാലും അൽഹംദുലില്ലാ എല്ലാത്തിനും പഠിച്ചവനോട് അന്ന് പറയാം. അപ്പോൾ ഇതാ അവർ പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ എല്ലാവരും അങ്ങോട്ടുള്ള യാത്ര പറച്ചിലും കെട്ടിപ്പിടിക്കലും ഉമ്മമക്കളൊക്കെ വന്നിട്ട് ഇവിടെ നാളെ 5 മണിക്ക് സമയം ഓരോ ഇറങ്ങി നിൽക്കുന്ന വരുമ്പത്തിന് തന്നെ സമയോ 2 മണിക്ക് എടുത്തല്ലേ. 2 മണിക്ക് റിപ്പോർട്ടിംഗ് ടൈമോ 5 മണിക്കാ ഫ്ലൈറ്റ്. ടാറ്റാ. കുട്ടി പോവാ ഒരു കൈനെ കണ്ട് പീച്ചിട്ട് പൂതിയിരുന്നില്ല. അയ്മനെ വിളിക്കണേ വാ എനിക്ക് മാത്രം തന്നിട്ടില്ല. പിന്നെ വാ 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 അത് ചേർക്കും. റഷിപ്പാക്ക് ഡ്യൂട്ടി ഉള്ളതാണ് നാളെ. പൊന്നോ മാമൂട്ടി പോവാ മണ്ടി പോ മണ്ണിൽ പോ. എന്നാണ് കട വരും നാട്ടിക്ക് എന്നാ വരിക? ജൂണില്. ഇൻഷാ അല്ലാ പോയിക്കോളെ.
ടാറ്റ വന്ന ടാറ്റ. അപ്പതാ ഞങ്ങള് ലഗേജ് ഒക്കെ പാക്കിങ് കഴിഞ്ഞില്ലേ. അപ്പതാ നമ്മള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ. ലഗേജ് ഒക്കെ കെട്ടി റെഡിയാക്കി ഇതാ ഞങ്ങള് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോ നാളെ 5 മണിക്കാണ് നമ്മളെ ഫ്ലൈറ്റ്. ഇരിക്കടി കാണാനില്ല. നാളെ 5 മണിക്കാണ് നമ്മളെ ഫ്ലൈറ്റ്. അപ്പൊ അത് ആറ്റും ബബുലൊക്കെ ഇതാ സാധനങ്ങളൊക്കെ റെഡിയാക്കി ഓലതൊക്കെ കണ്ടില്ലേ. അപ്പോ പിന്നെന്താ പറയാ, കിച്ചു പോകുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളുടെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്താ പറഞ്ഞിരുന്നേ, പപ്പ പോകുന്നതിന് മുന്നേ നമുക്കൊരു സർപ്രൈസ് തന്നിട്ടാണ് പോണായിരുന്നു അല്ലേ. അപ്പൊ അതെന്താന്നുള്ളത് ഇൻഷാ അല്ലാ ഞങ്ങൾ അടുത്ത ദിവസത്തെ വ്ളോഗിൽ പറയാ. എന്താന്നുണ്ടെങ്കിൽ എന്താ എന്ന് പറയണ്ട. അവിടെ തൊണ്ടിയിലോട് പൈസ ഒക്കെ ഇട്ട് വെച്ചിക്കണേ. ലാച്ചുമ്മ അവിടെ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങള് വന്നിട്ട്, ഞങ്ങൾ നിങ്ങളെ UAE വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാ.